ഒക്ടോബർ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു മാസമാണ്. വളരെ പ്രത്യേകിച്ച് ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രതിഷ്ഠിതമായ ഒരു മാസമാണ്. ഒരുപാട് തിരുനാളുകൾ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഇന്നോളം കൊണ്ട് ആഘോഷിച്ചു കഴിഞ്ഞു. വിശുദ്ധ കൊച്ചറേസ്യയുടെ തിരുനാൾ, മാലാഖമാരുടെ തിരുനാൾ, അമ്മ ത്രേസ്യയുടെ തിരുനാൾ, ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ, ഇങ്ങനെ ഏറെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമാണ് ഈ മാസം. എന്നാൽ ഇതാ ശാലോം കുടുംബം ഒരുപാട് കൃപകളുടെ നിറവായ അമ്മയ്ക്ക് പുഷ്പങ്ങളുടെ വലിയൊരു കിരീടം കൊടുക്കുകയാണ്. ജപമാല രാജ്ഞിക്ക് ജപമാല പുഷ്പങ്ങൾ കൊണ്ട് തീർത്ത മനോഹരമായ ഒരു കിരീടം. നമ്മളൊക്കെ ഈ മാസം ഏറെ ജപമാല ചൊല്ലുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ തണലിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അമ്മ എന്നും അമ്മ തന്നെയായിരിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 49-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത വലിയ കാര്യങ്ങൾ അമ്മ ഏറ്റുപറയുകയാണ്. രക്ഷകൻ്റെ അമ്മയാകാനുള്ള ആ വലിയൊരു തെരഞ്ഞെടുപ്പ് പരിശുദ്ധ അമ്മയിൽ എത്തി നിൽക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളാകുന്ന പുഷ്പങ്ങൾ വിരിയുന്ന നല്ലൊരു പൂന്തോട്ടമാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ അവരുടെ ജീവിതങ്ങൾ സമർപ്പിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ശക്തനായ ദൈവം ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ അവളുടെ ജീവിതത്തിലൂടെ തന്നെ അവൾ പ്രഘോഷിക്കുകയാണ്. നമുക്കറിയാം അൽഫോൻസ് ലിഗോരി ഒരുപാട് കൃപകളിലും നിറവിലുമുള്ള ഒരു വ്യക്തി. ഒരു ആതുരാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമയം അൽഫോൻസ് ലിഗോരിയുടെ ചുറ്റും വലിയൊരു പ്രകാശവലയം അദ്ദേഹം കണ്ടു. ആ പ്രകാശവലയത്തിൽ നിന്ന് ഒരു ശബ്ദവും അദ്ദേഹം കേട്ടു. ആ ശബ്ദം ഇപ്രകാരമായിരുന്നു: അൽഫോൻസേ, നിന്റെ ജീവിതം എനിക്ക് തരിക, ലോകത്തെ നീ ഉപേക്ഷിക്കുക. നിന്റെ ജീവിതം എനിക്ക് തരിക, ലോകത്തെ ഉപേക്ഷിക്കുക. ഈ സ്വരം തിരിച്ചറിഞ്ഞ് അൽഫോൻസ് ലിഗോരി അടുത്തുള്ള ദേവാലയത്തിലേക്കെത്തി. അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ പോയി മുട്ടുകൾ കുത്തി പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു: അമ്മേ, മാതാവേ, എന്നെ മുഴുവനും ഞാൻ അമ്മയ്ക്ക് തരുന്നു. എൻ്റെ ആഡംബരങ്ങളും എൻ്റെ അധികാരങ്ങളും എൻ്റെ എല്ലാ ജീവിതവും അമ്മയുടെ കരങ്ങളിൽ ഞാൻ അടിയറ വയ്ക്കുന്നു. തുടർന്ന് അദ്ദേഹം അൾത്താരയുടെ മുൻപിലേക്ക് കയറിച്ചെന്ന് അൾത്താരയിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് എടുത്ത് സമർപ്പിക്കുകയായിരുന്നു. പിന്നീടുള്ള ജീവിതം മുഴുവനും അമ്മയ്ക്കും ഈശോയ്ക്കും പ്രതിഷ്ഠിതമായിരുന്നു അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം മുഴുവനും. ആരൊക്കെ പരിശുദ്ധമ്മയുടെ കരങ്ങളിലൂടെ അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു അവർക്കൊക്കെ അമ്മയെന്നും താങ്ങും തണലുമായിരിക്കും. അവിടെ ധ്യാനകേന്ദ്രത്തിലെ കൊളത്തവേൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്ന 22 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞു: സിസ്റ്ററെ, ഞാൻ ജനിച്ച അന്ന് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയി. എന്നെ വളർത്തിയത് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പപ്പ അപകടത്തിൽ മരണപ്പെട്ടു. ഞാൻ ഏക മകനാണ്. ഈ ഭൂമിയിൽ എനിക്ക് അപ്പനുമില്ല അമ്മയുമില്ല.
എന്നെ വളർത്തുന്ന എൻ്റെ ഈ സഹോദരി അമ്മയെന്നാണ് അവൻ പറയുന്നത്. എന്നെ വളർത്തിയ ഈ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ നിനക്ക് ജന്മം തന്ന നിൻ്റെ അമ്മ മരണപ്പെട്ടു. പക്ഷേ ഇനിയുള്ള നിൻ്റെ ജീവിതങ്ങളിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ മോനെ ഉത്തരവാദിത്തങ്ങളിൽ നിനക്ക് സ്വന്തം അമ്മയാകാൻ ഈശോയുടെ അമ്മയെ നിനക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ മാതാവിൻ്റെ മുൻപിൽ ഈ കുഞ്ഞിനെ അടിയറ വെച്ച് മാതൃഭക്തിയിലൂടെ വളർത്തി ഇവനെ വലുതാക്കി 22 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ സഹോദരൻ പറഞ്ഞു, സിസ്റ്റേ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിൽക്കാൻ, എനിക്ക് താങ്ങായി, സംരക്ഷണമായി, പ്രോത്സാഹനമായി, തിരുത്തലായി എന്നെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്. ആ സഹോദരൻ പറയുകയാണ്, സിസ്റ്റർ, പലപ്പോഴും എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദിവസവനിങ്ങനെ പഠനത്തിൻ്റെ നാളുകളിൽ കൂട്ടുകാരുടെ കൂടെ കൂട്ടൊക്കെ കൂടി പോയ ആ സമയത്ത് അല്പമൊരു സ്വഭാവത്തിലൊരു ചേഞ്ച് വരുന്നതായിട്ട് ഇവന് തന്നെ ബോധ്യപ്പെട്ടു. ഒരു ദിവസം അവൻ ഒരു ശനിയാഴ്ച പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതമായ ദിവസം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, വിശുദ്ധ ബലി അർപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ നൊവേന പ്രാർത്ഥനയിൽ സംബന്ധിച്ച് തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് അവൻ കരങ്ങൾ കൂട്ടി പ്രാർത്ഥിച്ച് ദേവാലയത്തോടും പരിശുദ്ധ അമ്മയോടും യാത്ര പറഞ്ഞ് പോരുന്ന നിമിഷങ്ങളിൽ അവനൊരു സ്വരം കേട്ടെന്നാണ് പറഞ്ഞത്. സ്വരം ഇങ്ങനെയായിരുന്നു, മോനെ അരുത്, മോനെ അരുത്. അവന് മനസ്സിലായി പരിശുദ്ധ അമ്മ എൻ്റെ വഴികളെ തിരുത്തുകയായിരുന്നുവെന്ന്. സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വഴികളിൽ പരിശുദ്ധ അമ്മ താങ്ങായി സംരക്ഷകയായിട്ട് കൂടെയുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 73 അധ്യായത്തിൻ്റെ 23 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്, ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്, അവിടുന്ന് എൻ്റെ വലത് കൈ ഗ്രഹിച്ചിരിക്കുന്നു, എൻ്റെ വലത് കൈയിൽ അവിടുന്ന് പിടിച്ചിരിക്കുന്നു, ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്. നിരന്തരം അമ്മയോട് കൂടെ ആകുവാൻ, അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് യാത്രയാകുവാൻ ഈ ജീവിതം നമ്മളെ ഏറെ സഹായിക്കുകയാണ്. അതിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മളെ സഹായിക്കും. ഓരോ വ്യക്തിയുടെ അടുത്തും സാന്നിധ്യമർപ്പിക്കുവാൻ സ്വർഗം എല്ലാ നന്മകളും കഴിവുകളും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും അടുത്ത് ഓരോ രീതിയിൽ പരിശുദ്ധ അമ്മ സന്നിഹിതയാകുന്നത്. അമ്മ ഇന്ന് എത്രയോ വ്യക്തികൾക്ക് പ്രത്യക്ഷയാകുന്നുണ്ട്. എത്രയോ ഔദ്യോഗികമായ സ്ഥലങ്ങൾ സഭ ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഓരോ മകൻ്റെയും മകളുടെയും അടുത്ത് എത്തി അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനുള്ള ശക്തി സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അമ്മയുടെ മാധ്യസ്ഥ ശക്തി നമ്മൾ തേടുന്നത്. നമുക്കറിയാം, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ ഓരോ ആപത്ത് കാലങ്ങളിൽ, അനർത്ഥത്തിൻ്റെ നാളുകളിൽ, തീരാവ്യാധികളുടെ നാളുകളിൽ ഒക്കെ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ സഹായം തേടുന്ന ദൈവജനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള മാർപ്പാപ്പാമാർ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ പുറപ്പെടുവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം അതത്ര ശക്തി പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയിട്ടുള്ളത് കൊണ്ടാണ് അമ്മയുടെ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്ത നിർവഹണത്തിനനുസരിച്ചും പരിശുദ്ധ അമ്മയ്ക്ക് ശക്തിയുണ്ട് പ്രവർത്തിക്കാൻ. അമ്മ പ്രവർത്തിച്ചു കൊണ്ടുമാണ് ഇരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ അത്ഭുതമൂറുന്ന മാധ്യസ്ഥം, കാനായിലെ കല്യാണം. അവിടെ പരിശുദ്ധ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായത്തിൻ്റെ 5 തിരുവെഴുത്ത്, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മ നമ്മളെ യേശുവിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമ്പോൾ യേശു പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്.
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സ്നേഹത്തിലൂടെ വളർന്ന അനേകം വിശുദ്ധരെ നമുക്കറിയാം. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്: മറിയമേ, ഓ മറിയമേ, എൻ്റെ വാത്സല്യമുള്ള അമ്മേ, ഞാൻ എപ്പോഴും അമ്മയുടെ മകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ, വിമല ഹൃദയത്തിൻ്റെ നിർമ്മലതയിലേക്ക് നമ്മളൊക്കെ എത്തണം എന്നുള്ളതാണ് അമ്മ ആഗ്രഹിക്കുക. ഈ ഒക്ടോബർ മാസത്തിൽ ഇത് ഒരുപാട് ജപമാലയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പം അമ്മ ആഗ്രഹിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നമ്മൾ സമർപ്പിക്കണം, പ്രതിഷ്ഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനും പ്രതിഷ്ഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയോടുള്ള നമ്മളുടെ ഈ പ്രാർത്ഥനയും ഈ സ്നേഹവും ഒക്കെ നരകത്തിന് തീരെ സഹിക്കില്ല. സാത്താൻ ഇളകും. അവൻ നമ്മളെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് പരിശ്രമിക്കും. വിശുദ്ധ എവ്പ്രാസ്യാമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം എവ്പ്രാസ്യാമ്മയ്ക്ക് അതികഠിനമായ ഒരു പ്രലോഭനം. ആ നിമിഷത്തിൽ സാത്താൻ എവ്പ്രാസ്യാമ്മയോട് പറയുകയാണ്: ഒരു കാര്യം ചെയ്യ്, നിന്നിൽ നിന്നുള്ള പ്രലോഭനം ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ നീ ഈശോയെ ഉപേക്ഷിക്കണം, നീ പരിശുദ്ധ മറിയത്തെ ഉപേക്ഷിക്കണം. മറിയത്തെയും ഈശോയെയും ഉപേക്ഷിക്കുകയാണെങ്കിൽ നിൻ്റെ ഈ പ്രലോഭനം അവസാനിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് രീതിയിൽ തിന്മ ഇന്ന് ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒരുപാട് മേഖലകളിൽ ഒരുപാട് മനുഷ്യരെ പാപത്തിൻ്റെ അടുക്കയത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നത് നമ്മൾ കാണുകയാണ്. നരകമെന്ന് മനുഷ്യകുലത്തെ സ്വന്തമാക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതിശക്തമായി തൻ്റെ പ്രിയപ്പെട്ട മക്കളിലൂടെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ചെറുതും വലുതുമായ മുഴുവൻ പ്രാർത്ഥനകളും, നമ്മുടെ മുഴുവൻ ത്യാഗങ്ങളും നിരന്തരമായി നിയോഗം വെച്ചുകൊണ്ട് നമ്മളുടെ സ്വന്തം ആത്മരക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും ആത്മരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പറഞ്ഞു: സിസ്റ്ററെ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ ഈ ഭൂമിയിൽ, എനിക്കൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. കയ്യിലെപ്പോഴും ജപമാലയുണ്ട്, അധരത്തിലെപ്പോഴും നന്മ നിറഞ്ഞ മറിയമേയുണ്ട്. സഹോദരി പറയാണ്: ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഞാൻ നിയോഗം വെക്കും. ഭക്ഷണം ഉണ്ടാക്കുന്നതും അടിച്ചു വാരുന്നതും വസ്ത്രവലക്കുന്നതും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതും ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതും എല്ലാറ്റിനും നിയോഗം വെച്ച് ചെയ്യുകയാണ്. ഈ ഓരോ നിയോഗത്തും ഇപ്രകാരമാണ്: ഈശോയെ, അമ്മേ, എൻ്റെ ഈ പ്രവൃത്തി ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അമ്മേ, എൻ്റെ ഈ പ്രവൃത്തി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. അമ്മേ, എൻ്റെ ഈ പ്രവൃത്തി ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ കാഴ്ചവെക്കുന്നു. ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ വിശുദ്ധരായ സഹോദരി സഹോദരന്മാരുണ്ട് നമ്മുടെ ചുറ്റും. അവരുടെയൊക്കെ പ്രാർത്ഥനകളുടെ ആ ഒരു തീക്ഷ്ണതയുള്ളത് കൊണ്ട് ഒരുപാട് പേരെ ഇന്ന് സ്വർഗം നേടിയെടുക്കുന്നുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്കും നമ്മുടെയൊക്കെ അധ്വാനങ്ങൾക്കും നമ്മുടെയൊക്കെ നിരന്തരമായിട്ടുള്ള സഹനങ്ങൾക്കും ഒരു നിയോഗം ഉണ്ടായിരിക്കട്ടെ. അടുത്ത നാളിൽ ആശുപത്രിയിൽ ഒരാളെ കാണാനായിട്ട് പോയപ്പം ആ സഹോദരൻ പറഞ്ഞു: സിസ്റ്റേ, ഞാനിവിടെ ആശുപത്രിയിലാണ്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് എനിക്ക് ചിലവാക്കുന്നത്ര പൈസ സമ്പാദിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാനിവിടെ കിടന്ന് എൻ്റെ ഈ രോഗം തരുന്ന വേദന, ഈ രോഗം തരുന്ന അസ്വസ്ഥതകൾ ഞാൻ കാഴ്ചവെക്കുകയാണ്. എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടിയിട്ടും ഞാൻ കാഴ്ചവെക്കുകയാണെന്ന് ആ സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഓരോ ഫുഡും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതായ ആരോഗ്യവും ശക്തിയും തരുന്നത് പോലെ നമ്മളുടെ ഓരോ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആ വലിയ പ്രത്യാശ, ആ വലിയ പ്രതീക്ഷ
പ്രതീക്ഷകളുടെ മധ്യസ്ഥയായ നമ്മുടെ അമ്മയുടെ കരങ്ങളിലൂടെ ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തന പുസ്തകങ്ങൾ 115-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായ ഒരു വ്യക്തി, ആ വ്യക്തി കർത്താവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സിസ്റ്ററെ, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഉപയോഗിച്ചിരുന്ന മദ്യവും കഞ്ചാവും ഒക്കെ എന്നാണ് ഇന്നാൾ വരെ ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ഈ ഒരാഴ്ചക്കാലം കൊണ്ട്, ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നിരിക്കുകയാണ്, എൻ്റെ വിചാരങ്ങൾ മാറിയിരിക്കുകയാണ്. ചോദിച്ചപ്പോൾ പറയുകയാണ്, ഏറ്റവും വലിയ സന്തോഷം ദൈവമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഏറ്റവും വലിയ സന്തോഷം ദൈവമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഒരു പുതിയ ജീവിതത്തിൻ്റെ ശൈലി രൂപപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ കൂടാരത്തിൻ്റെ പടിയിറങ്ങിയത്. ദൈവത്തിന് ഓരോ മക്കളെക്കുറിച്ചുമുള്ള പദ്ധതി, വിചാരം ഓരോ രീതിയിലാണ്. വിദേശത്തെ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ജോലി അന്വേഷിച്ച് മറുനാട്ടിലെത്തിയ 3-4 യുവാക്കന്മാരെ കണ്ടെത്തി. അവർ പറഞ്ഞു, സിസ്റ്ററെ, ഏജൻസികൾ ഞങ്ങളെ പറ്റിച്ചു, വിചാരിച്ചതുപോലെ ഇവിടെ എത്തിയിട്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല, ജോലിക്ക് കയറാൻ സാധിച്ചിട്ടില്ല, കൈ കൊണ്ടുവന്നിട്ടുള്ള പണം മുഴുവനും ഏതാണ്ട് തീരാറായി, വീട്ടിൽ നിന്ന് ഒരുപാട് മുതൽ മുടക്കി ഞങ്ങളെ വിട്ട അപ്പനും അമ്മയും സഹോദരങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുക, എന്തായി എന്തായി എന്തായി. ആ മക്കൾ പറയുകയാണ്, സിസ്റ്റർ, ഞങ്ങളിവിടെ ഒരു രാത്രി ഉറങ്ങാൻ പോലും വിഷമിച്ചിട്ടുണ്ട്, ഒരു രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും വിഷമിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതിലൊരു സഹോദരൻ പറയാണ്, ഞങ്ങൾക്കറിയാം ദൈവം ഞങ്ങളെ കൈവിടിയാലെന്ന്. ഞങ്ങൾ ഈ അന്യനാട്ടിലെത്തിയിട്ടുണ്ടെന്ന് കർത്താവിനറിയാം, കർത്താവിന് വിചാരമുണ്ട്. എന്നിട്ട് ആ മകൻ പറയാണ്, കണ്ണ് തുടച്ചുകൊണ്ട് പറയാണ്, ദൈവത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഞങ്ങളൊക്കെ രക്ഷപ്പെടും. സിസ്റ്റർ, ഒന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങളൊക്കെ രക്ഷപ്പെടും, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ മുൻപോട്ട് പോകാത്തപ്പോൾ നിരാശയിലേക്കും പിന്നെ മനധൈര്യം കുറവിലേക്കുമൊക്കെ നമുക്ക് പോയി തീരാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാൽവയ്പും നിത്യതയിലേക്ക് എത്തി നിൽക്കട്ടെ. ഒന്നെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ നമ്മളെ സ്വർഗത്തോളം എത്തിക്കും, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളും ചില പ്രവൃത്തികളും നരകത്തിലേക്ക് നമ്മളെ എത്തിക്കും. എങ്ങനെയായാലും ഈ ഭൂമിയും ഈ ജീവിതവും ദൈവം നമുക്ക് തന്നത് പുണ്യപൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം നയിക്കാനാണ്, പുണ്യപൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനാണ്. ആ ഒരു പരിശ്രമം നമുക്കറിയാം, സുഖലോലുപത കൊണ്ടോ ഉറക്കം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ പൂർണ്ണത നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ കഠിനാധ്വാനവും നിരന്തരമായ ആത്മസമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അലസതയുടെ പ്രലോഭനങ്ങളെ തരണം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ കൃപയുടെ വഴികളിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു മഹത്വമാണ്, ഈ ഒരു അഭിഷേകമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടത്. അതാണ് നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിക്കേണ്ടത്.
കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് വചനം പറയുമ്പോൾ ആ വചനം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ആ വചനം നമുക്ക് നെഞ്ചിലേറ്റാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളും പ്രാർത്ഥനകളും പരിശ്രമങ്ങളും നമ്മളെ ദൈവത്തെങ്കിലേക്ക് തന്നെ എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞത്, ഓരോ നിമിഷവും ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കും. ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മാസവും നമ്മളിൽ നിന്ന് ഇപ്പോൾ കടന്നു പോകും. അങ്ങനെ എത്ര വർഷങ്ങൾ കടന്നുപോയി, എത്ര മാസങ്ങൾ കടന്നുപോയി, എത്ര മണിക്കൂറുകളും എത്ര ആഴ്ചകളും നമ്മൾ കടന്നുപോയി. നമ്മുടെ ജീവിതം അത്രയും മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കധികം നാളുകളും അധികം മണിക്കൂറുകളും അധികം വർഷങ്ങളും ഒന്നും കാണില്ല. ദൈവത്തിൻ്റെ നിശ്ചയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വിശ്രമം സ്വർഗത്തിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ഫൗസ്റ്റീന, കരുണാമയനായ കർത്താവ് അവൾക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ തികഞ്ഞ ഒരു ഭക്തയായിരുന്നു. അവൾ പറയാണ്, എൻ്റെ വിശ്രമം സ്വർഗത്തിലാണ്. നമ്മുടെയൊക്കെ വിശ്രമം സ്വർഗത്തിലാകട്ടെ. പ്രായം ചെന്ന വീട്ടിൽ മാതാപിതാക്കളുള്ളവർക്കൊക്കെ അറിയാം, അവരൊരു നിമിഷം പോലും അടങ്ങിയിരിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ പറയുന്ന കാര്യം ഇതാണ്, സിസ്റ്ററെ, ഇനി അധികം കാലമൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. ദൈവം തന്ന ആരോഗ്യം ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ഞാനിത് ചെയ്യുകയാണ്, പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അലസതയുടെ പുറംകുപ്പായം നമുക്ക് എറിഞ്ഞു കളയാനായിട്ട് സാധിക്കട്ടെ. ദൈവം തരുന്ന കൃപകളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 2-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവെഴുത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, യാക്കോവിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. വചനം ആത്മാവിൽ നമുക്കൊന്ന് ഏറ്റുചൊല്ലാം. യാക്കോവിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മളെ അവിടുത്തെ സന്നിധിയിലേക്ക് മാടി വിളിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ തീക്ഷ്ണതയുള്ള ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ പ്രവൃത്തികളൊക്കെ മൂല്യമുള്ളതായി മാറുന്നത്, ശ്രേഷ്ഠതയുള്ളതായി മാറുന്നത് അത് ദൈവത്തിൻ്റെ ഹിതത്തോട് ചേരുമ്പോഴാണ്. ദൈവത്തിൻ്റെ പദ്ധതികളോട് നമ്മൾ ചേരുമ്പോഴാണ് നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവനും ശക്തനായവൻ ചെയ്ത വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് വിശുദ്ധരായ മക്കളായി തീരാൻ അമ്മ മാതാവിനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെക്കുറിച്ചുള്ള അമ്മയുടെ ശ്രദ്ധ വളരെയേറെയുണ്ട്. അമ്മേ, എൻ്റെ വലത് കൈയിൽ പിടിക്കണമേ, യേശുവിലേക്ക് എന്നെ എത്തിക്കണമേ. എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്ത് വലയങ്ങളെയും എൻ്റെ ഉത്തരവാദിത്തങ്ങളെയും എല്ലാം ഈശോയുടെ സ്നേഹവിഷയമാക്കുവാൻ എൻ്റെ അമ്മേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത നിമിഷങ്ങളിൽ അൾത്താരയിൽ സന്നിഹിതനാകുന്ന കർത്താവിനോട്, അമ്മയുടെ പ്രിയപുത്രനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റവും ഭക്തിയോടെ, ഉറച്ച ശരണത്തോടെ, പ്രത്യാശയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുനാഥനേ, അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനേ,
അങ്ങേക്കാരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം. സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം. സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. 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 ജീവന്റെ ജീവനും സ്വന്തവുമായ കർത്താവാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള ഈ അപ്പം ലോകത്തിന് മുഴുവൻ രക്ഷയും സമാധാനവും നൽകുന്നവനാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അപ്പത്തോളം ചെറുതായിക്കൊണ്ട് മനുഷ്യമക്കളുടെ കൂടെ വസിക്കുന്നതിൽ അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ച് ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. ഈ ജീവിക്കുന്ന അപ്പത്തിൻ്റെ മുൻപിൽ ജീവനുള്ള നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഈശോയെ ആരാധിക്കുന്ന കോടാനുകോടി മാലാഖമാരും സ്വർഗീയഗണങ്ങൾ മുഴുവനും ഇവിടെ ഇപ്പോൾ സന്നിഹിതമാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിൽ അനുഭവിച്ച് രണ്ട് കരങ്ങളും അവിടുത്തെ പക്കലേക്ക് ഉയർത്തി മാലാഖമാരുടെ സ്തുതിസ്തോത്രങ്ങളോട് ചേർന്ന് പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധനാണ്, ബലവാനാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും അവിടുത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം കർത്താവേ, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വലിയ നിമിഷങ്ങളിൽ നമുക്ക് ഈശോയെ ആരാധിക്കണം. നമുക്കവിടുത്തെ സ്നേഹിക്കണം. അവിടുത്തെ ദൈവത്വത്തെ ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയുവാനായിട്ട് സാധ്യമല്ല. അവിടുത്തെ പിതാവിൻ്റെ ആ വലിയ ആകർഷണത്താൽ ആകർഷിച്ചാണിപ്പോൾ ഈ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുവാൻ നമുക്ക് വലിയ ഭാഗ്യം കൈവന്നിരിക്കുന്നത്. ഈ കൈവന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്കവിടുത്തെ ആരാധിക്കാം. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ആരാധന അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ ആരാധന നമുക്കവിടുത്തെ അറിയിക്കാം. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ.
ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന എല്ലാവർക്കും ചേർന്ന് ആരാധന ആരാധന ഈശോയെ. മഹത്വം ഈശോയെ, മഹത്വം. ആരാധന അങ്ങേക്കാരാധന, ഹൃദയം തുറന്നുള്ള ആരാധന. യേശുവേ നാഥ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കും. ചേർന്ന് പാടാം. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന ഈശോയെ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന ഈശോയെ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ആരാധന ഈശോയെ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ത്രിയേക ദൈവമേ ആരാധിക്കുന്നു. ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ത്രിത്വിക ദൈവമേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ത്രിത്വിക ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ത്രിത്വിക ദൈവമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഈശോയ്ക്ക് ആരാധന. ആരാധന ഈശോയ്ക്കാരാധന. ഈശോയ്ക്ക് ആരാധന. ആരാധന ഈശോയ്ക്കാരാധന. ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പാടാം. ഈശോയ്ക്ക് ആരാധന. ആരാധന ഈശോയ്ക്കാരാധന. ആരാധന. ആരാധന ഈശോയ്ക്കാരാധന. തിരുവചനം പറയുന്നു, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവൻ ഭാഗ്യവാനാണ്. കർത്താവേ, അങ്ങയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവനും ശക്തിയും കണ്ടെത്തുവാൻ ഭാഗ്യവും അനുഗ്രഹവും തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തകൻ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷം തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതങ്ങൾ മുഴുകുമ്പോൾ, ഒരു പക്ഷേ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ആ സന്തോഷം നമുക്ക് ദുഃഖമായി മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന്. ഓ ഈശോയെ, നിന്റെ സ്നേഹത്തിന് ചുറ്റുമായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ജെറുസലേം പുത്രി, വിലാപത്തിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ഞാൻ തരുന്ന ആനന്ദത്തിൻ്റെ വസ്ത്രം നീ എടുത്ത് അണിയുക. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ അമ്മ, പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞല്ലോ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ സഹനങ്ങളിലും അങ്ങയിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദത്തിന് തടസ്സം തരുന്ന എല്ലാ വിഷയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, ഈശോയെ,
എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നീ ഒന്ന് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ഇടപെടലുകളില്ലാത്തതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണമായി നിൽക്കുന്നത്. കർത്താവിൻ്റെ വലിയ ഇടപെടൽ ഈ ആരാധനയുടെ സമയത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവ്യമാകുന്നത് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഈശോയൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. പ്രാർത്ഥിക്കാവോ? ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. സിംഹക്കുഴിയിൽ കടന്ന് ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദാനിയേല് ആ മൃഗങ്ങൾക്ക് മുൻപിൽ കടിച്ചു ചീന്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ അതിശക്തമായ കരങ്ങൾ ഇറങ്ങി വന്നു. ദാനിയേലിനെ അവിടുന്ന് വിളിച്ചു. ദാനിയേലേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്ര. ഒത്തിരി സ്നേഹത്തോടെ ദാനിയേലിനെ ദൈവം ഓർമ്മിച്ചു. അവൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഇടപെട്ടു. നമ്മുടെ ജീവിതത്തിലൂടെ സംഭവിക്കണമെന്ന് അവിടുന്ന് തിരുമനസ്സാകുന്ന മുഴുവൻ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും നമുക്കോർക്കാം, അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. അതുകൊണ്ടല്ലേ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, നിന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരമ്മ ശ്രദ്ധ പതിപ്പിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പിതാവ് ശ്രദ്ധ പതിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഈ വലിയ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് കരങ്ങൾ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ സൗഖ്യത്തിൻ്റെ ഈരടികൾ നമുക്ക് പാടി യേശു തരുന്ന സമാധാനവും സന്തോഷവും, യേശു തരുന്ന ആനന്ദവും ഹൃദയ സൗഖ്യവും നമുക്കിപ്പോൾ ഒന്ന് അനുഭവിക്കാം. അങ്ങേ ദിവ്യമാ സൗഖ്യത്താലെന്നെ നിറയ്ക്കണമേ നാഥ. ഈശോയെ നിറയ്ക്കണേ. അങ്ങേ ദിവ്യമാ സൗഖ്യത്താലെന്നെ നിറയ്ക്കണമേ നാഥ. എൻ്റെ ഈശോയെ, അങ്ങേ ദിവ്യമാ സൗഖ്യത്താലെന്നെ നിറയ്ക്കണമേ നാഥ. അങ്ങേ ദിവ്യമാ സൗഖ്യത്താലെന്നെ നിറയ്ക്കണമേ നാഥ. വ്യക്തിജീവിതത്തിൻ്റെ ദുഃഖപൂർണമായ മേഖലകളിലൂടെ ജീവിക്കുമ്പോൾ തകർന്നു, എനിക്ക് വയ്യ, ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപയുടെ സാന്നിധ്യം നമ്മളെ ചൂഴ്ന്ന് നിൽപ്പുണ്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ചെരിയുമ്പോൾ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ വഴുതി പോകുമ്പോൾ നിന്റെ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവ് വഴി അവൻ നിന്നോട് സംസാരിക്കും. കുഞ്ഞേ,
ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന്. ഈശോ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാവുകയുള്ളൂ. എൻ്റെ എല്ലാ ആകുലതകൾക്കും വിടുതൽ ലഭിക്കുകയുള്ളൂ. നിരാശപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയായി കടന്നു വരുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എത്ര നാൾ, എത്ര വർഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പരിതപിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും കർത്താവ് നമ്മളെ നോക്കി പറയുന്നുണ്ട്, ഞാൻ വരും, ഞാൻ വരും, നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും. കർത്താവിൻ്റെ തക്ക സമയം പ്രിയമക്കളെ ഈ സമയമാണെന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രത്യാശിക്കാം. ദൈവം ഇടപെടുന്ന ഈ തക്ക സമയത്തിന് വേണ്ടി കൊതിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മക്കളും 2 കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. എൻ്റെ ഈശോയെ, ഉയർന്നു നിൽക്കുന്ന ഞങ്ങളുടെ കരങ്ങൾ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭരണം നീ ഏറ്റെടുത്ത് നിന്റെ വലിയ ആത്മീയ സൗഖ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയരുകൾ കൂടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അവിടുത്തെ 2 കരങ്ങളും അവിടുത്തെ കണ്ണുകൾ നിന്നെയാണിപ്പോൾ നോക്കുന്നത്. അവിടുത്തെ കരങ്ങൾ നിന്റെ വീട്ടിലേക്ക് നീണ്ടുവരികയാണ്, നിന്റെ ജീവിതത്തിലേക്ക് നീണ്ടുവരികയാണ്. അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. അവിടുത്തെ കാതുകൾക്ക് നിന്നെ കേൾക്കാം, അവിടുത്തെ കണ്ണുകൾക്ക് നിന്നെ കാണാം. ഈശോ, ഇതാ ഞാൻ, ഇതാ ഞാൻ കർത്താവേ. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി ഇതാ കർത്താവേ ഞാൻ. സ്വർഗത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. സ്വർഗത്തിൻ്റെ ആ സന്ദേശം തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ നിമിഷം തന്നെ സംശയലേശമന്യേ അവൾ പറഞ്ഞു, ഇതാ ഞാൻ മുഴുവനും കർത്താവിൻ്റേതാണ് എന്ന്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അമ്മയുടെ ഹൃദയഭാവം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ മാതാവിനോട് ചേർന്ന് പറയാം, ഈശോയെ, ഇതാ ഞാൻ നിന്റെ തിരുമുൻപിൽ എത്തി നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് വരെ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ നന്മകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുകയാണ്. എല്ലാ കൃപാദാനങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി പുകഴ്ത്തുകയാണ്. ഒരിക്കൽ കൂടെ ആ ഗാനത്തിൻ്റെ ഈരടികൾ ആലപിച്ചുകൊണ്ട് ആ വലിയ സ്നേഹത്തിൻ്റെ സൗഖ്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ആ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്താം, ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആമേൻ. യേശു വിളിക്കുന്നു. ഈശോയേ, യേശു വിളിക്കുന്നു. എൻ്റെ ഈശോയേ, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു.
നമ്മുടെ ഭവനത്തിലുള്ള നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന രോഗാവസ്ഥകളുടെ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ സഹനാത്മാക്കളെയും ദിവ്യകാരുണ്യനാഥൻ വിളിക്കുന്നുണ്ട്. അവിടുത്തെ സഹനത്തിൻ്റെ, അവിടുത്തെ ക്ലേശത്തിൻ്റെ, വേദനയുടെ ഒരംശം തന്നുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും അങ്ങയുടെ കൃപയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സഹനദാസരായ മുഴുവൻ സഹനാത്മാക്കളോടും ചേർന്ന് നമുക്ക് ഈ നിമിഷം അവിടുത്തെ ആരാധിക്കാം. വിശുദ്ധ കൊച്ചറേസ്യ പറഞ്ഞതുപോലെ, എൻ്റെ രോഗശൈലിയിൽ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഏട്ട സ്നേഹത്തോടെ ഈശോയെ എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെയായി കഴിയുന്ന നാനാ രീതിയിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന സകലരെയും സൗഖ്യദാതാവായ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, യേശു ഉണ്ട് എന്ന് അറിഞ്ഞ ഇടങ്ങളിലേക്ക് അനേകം രോഗികൾ ഓടിക്കൂടി അവിടുത്തെ ഒന്ന് കാണാൻ, അവിടുത്തെ ഒന്ന് തൊടാൻ, അവിടുത്തെ സ്പർശമൊന്ന് അനുഭവിക്കാൻ. വളരെ വിശ്വാസത്തിൻ്റെ ശബ്ദമായ പ്രാർത്ഥന ഉയർത്തിക്കൊണ്ട് എല്ലാ രോഗികൾക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ഭവനത്തിലുള്ള രോഗികളെ, നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളെ ഏറ്റെടുക്കുന്നത് വിശ്വസിച്ചുകൊണ്ട്, ശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ രോഗപീഠകളും പടിയിറങ്ങുന്നതിന് വേണ്ടി, എല്ലാ രോഗങ്ങൾക്കും സൗഖ്യവും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി, മാറ്റപ്പെടാത്ത രോഗങ്ങൾ സഹിക്കാനുള്ള ശക്തിക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കൽ. അതെ, രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, ഈശോയെ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറും, സൗഖ്യം ഉണ്ടാകും, സഹനശക്തി ഉണ്ടാകും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. മൽഹമാരോട് ചേർന്ന് സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ചേർത്ത് വയ്ക്കാം. തിരുസഭയെ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. തിരുസഭാ മാതാവിനെ വ്രണപ്പെടുത്തുന്ന എല്ലാ പ്രവൃത്തികളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും അവിടുത്തെ ആശീർവാദത്തിന് മുൻപിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബങ്ങൾ, മക്കൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, കൊച്ചുകുഞ്ഞുങ്ങൾ, ഗർഭസ്ഥ ശിശുക്കൾ എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. നമ്മുടെ ഭവനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിൻ്റെ ഈ കരങ്ങൾ, ആശീർവാദത്തിൻ്റെ ഈ കരങ്ങൾ നമ്മുടെ ഭവനത്തിന് നേരെ, ഹൃദയത്തിന് നേരെ നീളുമ്പോൾ എല്ലാ മേഖലകളിലും
സൗഖ്യവും വിടുതലും തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ഒരുക്കത്തോടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി, ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമ്മളെ തന്നെ നമുക്കൊരുക്കാം. ലോകം മുഴുവനെ ദൈവസഭയെ, കുടുംബങ്ങളെ എല്ലാം ആശീർവദിക്കുന്ന പക്ഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആശീർവാദം ലോകം മുഴുവനിലേക്ക് നൽകുന്ന നന്ദി പറയുന്നു. അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.